SIR-ൽ പ്രവാസികൾക്ക് വോട്ട് ചേർക്കാൻ കഴിയുന്നില്ലെന്ന് പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപേക്ഷ സബ്മിറ്റ് ചെയ്യാനാകുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഖത്തറിൽ നിരവധി അപേക്ഷകരാണ് ഈ പ്രതിസന്ധി നേരിടുന്നത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ദിനമാണിന്ന്. ഇന്നലെ വൈകിട്ട് മുതൽ ഖത്തറിലെ പ്രവാസികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നില്ല. അപേക്ഷാ ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുന്ന വേളയിൽ വീണ്ടും ശ്രമിക്കുക എന്ന സന്ദേശമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോം 6A വഴിയാണ് പ്രവാസികൾ SIR-ൽ പേര് ചേർക്കുന്നത്. നിലവിൽ ഒരുപാട് ആളുകൾ ഇനിയും അപേക്ഷ സമർപ്പിക്കാൻ പല കാരണങ്ങളാൽ ബാക്കിയുണ്ട്. പക്ഷേ അത്തരം ആളുകൾ ഇന്നലെ വൈകുന്നേരം മുതൽ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് സൈറ്റിൽ ലോഗിൻ ചെയ്യാം. അതേ സമയത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ സബ്മിറ്റ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സബ്മിറ്റ് ആവുന്നില്ല, എറർ മെസ്സേജാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ സമയം നീട്ടി നൽകണമെന്ന് പ്രവാസികൾ ആവശ്യപ്പെടുന്നു. പുതിയ പാസ്പോർട്ട്, വിദേശത്തെ ജനനസ്ഥലം അടയാളപ്പെടുത്തൽ തുടങ്ങിയ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിലും ഇത്തരം അപേക്ഷകൾ സമർപ്പിക്കാൻ ഇനിയും സമയം വേണമെന്നാണ് ആവശ്യം. ഫുൾ ഓപ്ഷനിൽ നമുക്ക് രേഖകൾ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം യഥാർത്ഥത്തിൽ 2 ദിവസം മുമ്പാണ് നമുക്ക് കിട്ടിയത്. അതിന് വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അത് സിസ്റ്റത്തിൽ അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ അവസാന സമയത്ത് ഈ സൈറ്റ് ഹാങ് ആയതോടുകൂടി ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അവസാന സമയമായതുകൊണ്ട് തന്നെ ഗൾഫിലെ SIR സഹായ കേന്ദ്രങ്ങളിൽ പതിവിൽ കൂടുതൽ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഹെൽപ്പ് ഡെസ്കിൽ ഇന്നലെ മുതൽ തിരക്ക് കൂടിയെന്ന് തന്നെ പറയാം. കാരണം ഈ അവസാന ഘട്ടത്തേക്ക് വെച്ചിരിക്കുന്ന ആളുകൾ എന്നൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് സാധിക്കും. പ്രവാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട സമയം നീട്ടി നൽകുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജന്മസ്ഥലവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ മുഴുവനായിട്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ചുകൂടി ദിവസം അത്യാവശ്യമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. ഫോം 6 വഴി അപേക്ഷ സമർപ്പിക്കുന്ന പ്രവാസികൾക്കാണ് ഇത്തരത്തിലൊരു ദുരിതമുണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂട്ടത്തോടെ വെബ്സൈറ്റിൽ കയറാൻ നടത്തിയ ശ്രമമാണ് ഇതിന് കാരണം എന്നാണ് അധികൃതർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതും അത് തന്നെയായിരുന്നു. ഇന്ന് സമയപരിധി അവസാനിക്കാനിരിക്കെ കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് വെബ്സൈറ്റിൽ കയറിയതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. സമയം നീട്ടി നൽകണമെന്ന് പ്രവാസികൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും അവധി ദിനങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് കൂടുതൽ സമയം ഇതിന് നൽകണമെന്നാണ് പ്രധാനമായും അവരുടെ ആവശ്യം. ഇന്നത്തെ ദിവസം ഈ മണിക്കൂറോളം എടുത്താണ് ഓരോരുത്തരും ഡാറ്റ അതിനകത്ത് ചേർക്കുന്നത്. ഏറ്റവും ഒടുവിലായി സബ്മിറ്റ് നൽകുമ്പോഴാണ് ഇത്തരത്തിലൊരു സാങ്കേതിക തടസ്സം ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് പ്രവാസികൾ പറയുന്നത്. കേരളത്തിലടക്കം ഇത്തരത്തിലൊരു സാങ്കേതിക പ്രശ്നം പല ഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് വെബ്സൈറ്റിന് യാതൊരു പ്രശ്നവുമില്ല, അങ്ങനെയാണെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പോലും കഴിയില്ല. ഇങ്ങനൊരു പ്രശ്നം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുന്നത് കൂട്ടത്തോടെ പ്രവാസികൾ ഇത്തരത്തിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നാണ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം. ഏതായാലും പ്രവാസികൾ ആശങ്കയിലാണ്. അവരുടെ പാസ്പോർട്ട് വിവരങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അബ്ബാസ്, ഈ പ്രതിസന്ധി എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രവാസികൾക്ക് ഇപ്പോഴും ഈ ഒരു തടസ്സം നേരിടുന്നുണ്ടോ? എന്താണ് പ്രവാസികൾ പറയുന്നത്? ജീന, ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ വൈകിട്ട് മുതലാണ് ഇതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോൾ അതിൽ ഒരു വാർണിംഗ് മെസ്സേജ് വരുന്നത്. അഥവാ വീണ്ടും ഒരിക്കൽ കൂടി ശ്രമിക്കുക എന്നുള്ള മെസ്സേജാണ് ഇവിടുത്തെ അപേക്ഷകന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാട്ടിൽ നിന്ന് ഭിന്നമായി ഇവിടെ ഈ SIR പൂരിപ്പിക്കുന്ന സമയത്ത് ഫോം 6A ഇത് പൂരിപ്പിക്കുന്നത്. ഈ കോളം ഫില്ല് ചെയ്ത് വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം അഡ്രസ് ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഏതായാലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുമായി സംസാരിക്കുന്ന വേളയിൽ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇന്ന് SIR-ൽ പേര് സബ്മിറ്റ് ചെയ്യേണ്ട ഏറ്റവും അവസാനത്തെ ദിവസമാണ്. ഈ ദിവസം തന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ദിവസം നീട്ടിക്കൊടുക്കണം എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്,
നേരത്തെ ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഈ സൈറ്റ് ഓപ്പൺ ആവുകയും എന്നാൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം. രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ ജന്മസ്ഥലം വിദേശത്ത് ജനിച്ച കുട്ടികളുടെയൊക്കെ ജന്മസ്ഥലം രേഖപ്പെടുത്താൻ നേരത്തെ ഈ ഒരു ഫോം 6A ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ പുതിയ പാസ്പോർട്ടുകൾ അത് സബ്മിറ്റ് ചെയ്യാനും ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇവ രണ്ടും മറികടക്കാൻ വേണ്ടി ഇതിൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ചില ഭേദഗതികൾ വരുത്തിയിരുന്നു. അതിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഇത് ഏതാനും 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ ഒരു കറക്ഷൻ പ്രോസസ്സ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിരവധി ആളുകൾ ഈ പുതിയ പാസ്പോർട്ടിലെ ഉള്ള ആളുകളും അതുപോലെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഈ ജന്മസ്ഥലം വിദേശത്ത് ജനിച്ച ആളുകളും ഈ 2 വിഭാഗങ്ങൾ ഇവർക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് SIR വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളത്. അത് നീട്ടി നൽകണം. കാരണം ഒരു വലിയ പ്രോസസ്സാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ പുറത്തുണ്ടാകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യവുമാണ്. ഈ ആവശ്യം കൂടി പരിഗണിച്ച് സമയം നീട്ടി നൽകണമെന്നാണ് പ്രവാസി സംഘടനകൾ ആവശ്യപ്പെടുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ അതുപോലെ പ്രവാസി സംഘടനകൾക്കൊപ്പം ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം വരേണ്ടത്. അതിനുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള ആളുകൾ. ജീന അബ്ബാസ്, അങ്ങനെയാണെങ്കിൽ ഈ ആശങ്ക ഇവർ അറിയിച്ചിട്ടുണ്ട്, കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്, പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അനുകൂല നടപടി കമ്മീഷന്റെ ഭാഗത്തും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. കാരണം നേരത്തെ അഡ്രസ് ചെയ്യപ്പെട്ട ഈ പ്രവാസികളുടെ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ഇടപെടുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിദേശത്തുള്ള ജന്മസ്ഥലം രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് ആ ഓപ്ഷൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ പുതിയ പാസ്പോർട്ടുകൾ എൻറ്റർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം അതും അഡ്രസ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഈ രണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2 വിഷയങ്ങളാണ്. ഈ 2 വിഷയങ്ങളിലും കമ്മീഷൻ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു ജനാധിപത്യ പ്രോസസ്സിനെ കുറിച്ച് അറിയാമല്ലോ. ഇതിൽ പരമാവധി പൗരന്റെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക, അതാണല്ലോ ഇതിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതിലൊരു അനുകൂലമായ സമീപനം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഈ ഒരു പ്രത്യേകിച്ചും ഖത്തറിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഖത്തറിൽ ഈ ഒരു ഇഷ്യൂ ഇന്നലെ ഏകദേശം ഒരു ദിവസമായിട്ട് തുടരുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാലോ. അത്രയും ആളുകൾ പുറത്തായി പോകും. അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ പുറത്തു പോവുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം അതത്ര അഭികാമ്യമുള്ള കാര്യമല്ല. അപ്പോൾ ഏതായാലും ഈ ഒരു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സീരിയസ് ആയിട്ട് ഇടപെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജീന. ശരി അബ്ബാസ്, ഏതായാലും പ്രവാസികൾക്ക് ഇപ്പോൾ ആശങ്കയുണ്ട്. ഇന്ന് സമയപരിധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർക്ക് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായത്. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിഷേധമായി അവർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിനൊരു പരിഹാരം കാണും, സമയം നീട്ടി നൽകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രവാസികളുള്ളത്. അബ്ബാസ് മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. SIR വിഷയത്തിൽ വലിയ ആശങ്കയുണ്ടെന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പറഞ്ഞു. ബൂത്തുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. മണ്ഡലത്തിലെ വിജയ പരാജയം നിർണ്ണയിക്കുന്നത് പ്രവാസി വോട്ടുകളാണെന്നും ഗൾഫ് മേഖലയിൽ ശക്തമായ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും പറഞ്ഞു. കുവൈത്തിൽ ഹ്രസ്വ സന്ദർശനത്തിനായി എത്തിയപ്പോൾ മീഡിയ വണിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഞ്ചേശ്വരത്ത് ഏറ്റവും കൂടുതൽ BJPക്ക് കപ്പിനും ചുണ്ടനും ഇടയിൽ മിസ്സാവുന്ന മണ്ഡലങ്ങളിലാണ് അവർ ഇത്തരത്തിലുള്ള വോട്ട് ചേർക്കലും മുസ്ലിമീങ്ങളുടെ വോട്ട് വെട്ടിമാറ്റലൊക്കെ നടത്തിയിട്ടുള്ളത്. മഞ്ചേശ്വരത്ത് ഞങ്ങൾ SIR വന്ന നാള് തൊട്ട് ഇന്ന് രാത്രി വരെയും തുടർന്നുള്ള ദിവസങ്ങൾ കൃത്യമായി എല്ലാ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ടീം കൃത്യമായി വർക്ക് നടത്തിയിട്ടുണ്ട്. SIR ഞങ്ങൾക്ക് നല്ല ആശങ്കയുണ്ട്. മഞ്ചേശ്വരം പോലെയുള്ള മണ്ഡലങ്ങൾ ഞങ്ങൾ ഭയക്കുന്നൊരു കാര്യം, തൊട്ടപ്പുറത്ത് സൗത്ത് കാനറയിൽ 7ഓളം മണ്ഡലങ്ങൾ BJPയുടെ കയ്യിലാണ്. അവരേതെങ്കിലും രീതിയിൽ കർണാടകക്കാരെ തിരികെ കയറ്റുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ മിനിറ്റും ഞങ്ങളുടെ കൃത്യമായ ഒരു യൂത്ത് ടീം മുസ്ലിം ലീഗിൻ്റെയും UDF നേതൃത്വത്തിൽ അത് കൃത്യമായി വാച്ച് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും അതിനെക്കുറിച്ചിട്ടുള്ള അവലോകനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ വലിയ രീതിയിൽ നമ്മൾ അതെങ്ങനെ ഏതെങ്കിലും BJPയുടെ ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമം മഞ്ചേശ്വരത്തും കേരളത്തിലും സക്സസ് ആയിട്ടില്ല എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ മഞ്ചേശ്വരം കോൺസ്റ്റിറ്റ്യുവൻസിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളൊരു മണ്ഡലമാണ്. വിജയപരാജയം നിർണ്ണയിക്കുന്നത് പ്രവാസികളാണ്. ദുബായ് കേന്ദ്രീകരിച്ച് KMCCയുടെ മറ്റുള്ള GCCയിലുള്ള കൺട്രീസിലൊക്കെ കൃത്യമായി ഈ നിമിഷം മുതൽ ഞാൻ ഇന്നും കുവൈത്തിലെത്തിയതിനു ശേഷം കുവൈത്തിലെ കാസർഗോഡ് ജില്ലാ KMCCയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് വന്നത്. ഇന്ന് വലിയൊരു ആശങ്ക
അവസാന പിന്നെ അതിൻ്റെ ഇന്ന് 12 മണിയോടുകൂടി നമ്മുടെ SIRന്റെ അവസാനത്തെ ഓരോ മിനിറ്റുകളും കടന്നു പോകുമ്പോൾ ഇന്ന് പ്രവാസികൾക്കിടയിൽ വരുന്നൊരു ആശങ്ക എന്ന് പറയുന്നത് സൈറ്റ് വളരെ സ്ലോ ആണ്. ഞാൻ ഇപ്പോഴും പെട്ടെന്ന് എൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് രത്തൻ കേൽക്കർ IAS ഒന്ന് മെയിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രവാസികളുടെ കാര്യത്തിൽ നല്ല ജാഗ്രത നമ്മൾ പുലർത്തിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ സംഘർഷം കനക്കുന്നതിനിടെ ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചയ്ക്കുള്ള സാധ്യത മങ്ങി. ഇറാനുമേൽ കൂടുതൽ ഉപരോധം പ്രഖ്യാപിച്ച് അമേരിക്ക പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിക്കാൻ തുർക്കിയും റഷ്യയും സന്നദ്ധത അറിയിച്ചെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇറാനുമായി ഒരു കരാറാണ് ലക്ഷ്യമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ആക്രമിച്ചാൽ തിരിച്ചടി വിനാശകരമായിരിക്കുമെന്നും ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ പുതിയ പടക്കപ്പൽ ഇസ്രായേലിന്റെ ഈലാത്ത് തുറമുഖത്ത് നങ്കൂരമിട്ടു. US യുദ്ധക്കപ്പലുകൾ തങ്ങളുടെ ആക്രമണ പരിധിയിലാണെന്ന് ഇറാൻ സൈനിക വക്താവ് പറഞ്ഞു. ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകൾ ഇറാനെ ലക്ഷ്യമിട്ട് അയക്കുന്നത് ഒരു കരാർ രൂപപ്പെടുത്താനാണെന്ന് ട്രംപ്. കരാർ യാഥാർത്ഥ്യമായാൽ നല്ലതാണെന്നും അതല്ലെങ്കിൽ എന്ത് വേണമെന്ന് ആലോചിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. കരാറിലെത്താൻ താൻ നിശ്ചയിച്ച അന്തിമ സമയപരിധി ഏതെന്ന് ഇറാന് മാത്രം അറിയാമെന്നും ഒരു കരാറിലെത്തണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നതായും ട്രംപ്. MC നാസർ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. നാസർ, പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി ഒഴിയുന്നില്ല. ആശ്വാസകരമായ ഒരു വാർത്തയും അവിടെ നിന്ന് പുറത്തു വരുന്നില്ല. ഒരു യുദ്ധസാധ്യത തന്നെ തെളിയുകയാണോ? അമേരിക്കയുടെ നിലപാട് അത് കൂടുതൽ രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണോ? ഇതിന് ഒരുപക്ഷെ 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വിപുലമായിട്ടുള്ള സൈനിക സംവിധാനങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ഈ ഗൾഫ് മേഖലയിലേക്ക് അയച്ചിരിക്കുന്നത്. നിരവധി യുദ്ധക്കപ്പലുകളുണ്ട്. അല്പം മുമ്പ് വൈറ്റ് ഹൗസിൽ നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ വെനിസ്വലയിലേക്ക് അയച്ചതിനേക്കാൾ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളും സംവിധാനങ്ങളുമാണ് ഇപ്പോൾ ഇറാന് നേരെ അയച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്നത് ഒരു കരാറിൽ എത്താൻ ഇറാനെ പ്രേരിപ്പിക്കുക എന്നതാണ്. പക്ഷേ താൻ ഉറപ്പ് പറയുന്നു ഇറാൻ ഒരു കരാർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സമയപരിധിയുണ്ട്. ആ സമയപരിധി ഇറാന് കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ ഇറാന് മാത്രമേ ആ സമയപരിധി ഏത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഒരു കരാറിൽ എത്താൻ ഇറാൻ തയ്യാറാവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇനി അതല്ല, കരാർ ഉണ്ടാകാതെ പോവുകയാണെങ്കിൽ എന്തു വേണമെന്നത് താൻ തീരുമാനിക്കും എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും വിപുലമായിട്ടുള്ള ഒരു സൈനിക സമ്മർദ്ദത്തിലൂടെ ഇറാനെ ഒരു കരാറിന് പ്രേരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ട്രംപ് മുന്നിൽ കാണുന്നത്. അതിനുള്ള എല്ലാ സൈനിക സംവിധാനങ്ങളും യുദ്ധക്കപ്പലുകളും അതോടൊപ്പം തന്നെ പോർവിമാനങ്ങളും ഒക്കെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇറാൻ പൂർണ്ണമായിട്ടും ഒരു വിധേയപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുമോ എന്നതാണ് ഇപ്പോൾ ട്രംപ് ഉറ്റുനോക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് ട്രംപ് മുന്നിൽ കാണുന്നത് ആണവ പദ്ധതിയിൽ നിന്ന് ഇറാൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. ആ പദ്ധതിയിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് അമേരിക്കയുമായിട്ട് പുതിയൊരു കരാറിൽ എത്തിച്ചേരണം. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ അത് വളരെ ചെറുതായിട്ട് ലഘൂകരിക്കാനുള്ള ഒരു നിർദ്ദേശം പോയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. മറ്റൊന്ന്, ഈ പ്രക്ഷോഭം നയിച്ചുകൊണ്ടിരുന്ന പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടവരുടെ ഒരു നിലയ്ക്കും അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക, മറ്റേതെങ്കിലും ശിക്ഷാ നടപടികൾ ഉണ്ടാവുകയോ പാടില്ല. ഈ 3 ഉപാധികളാണ് ഇപ്പോൾ ഇറാന് മുമ്പാകെ ട്രംപ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലും ഇറാൻ വ്യക്തമാക്കുന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കാണെങ്കിൽ തങ്ങൾ ഒരുക്കമാണ്. പക്ഷേ വിധേയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കാൻ ഒരു നിലക്കും തങ്ങൾ തയ്യാറല്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ആക്രമണം വന്നാൽ അത് പരിമിതമായിരിക്കില്ല തങ്ങളുടെ തിരിച്ചടി. അത് മേഖല ഒന്നാകെ തന്നെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെ, അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ, അമേരിക്കൻ സംവിധാനങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഏറ്റവും അവസാനമായിട്ട് ഇറാൻ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ജീന സൂചിപ്പിച്ചതുപോലെ വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇറാന് ഒരു ചർച്ചയ്ക്ക് താല്പര്യമുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് അവർ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നു, അതുപോലെ തന്നെ ഉപരോധം ഏർപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് ഇരുവരും തമ്മിലുള്ള ചർച്ചയിലൂടെ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് തടസ്സമാകുന്നത്. അങ്ങനെയാണോ? തീർച്ചയായിട്ടും. കാരണം കൃത്യമായിട്ടുള്ള ഉപാധികളാണ്. അതായത് ഇറാൻ പൂർണ്ണമായിട്ടും വിധേയപ്പെടണം, വഴിപ്പെടണം എന്ന ഒരു നിബന്ധനയാണ് ട്രംപ് മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന മുന്നോട്ട് വെച്ചതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ലെന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. 2015 വൻശക്തി രാജ്യങ്ങളുമായിട്ടൊരു ആണവ കരാർ രൂപപ്പെടുത്തുമ്പോൾ ഇറാൻ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങളായിട്ട് മുന്നോട്ട് വെച്ചത് ഇത് തീർത്തും സമാധാനപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് മാത്രമായിരിക്കും തങ്ങളുടെ ആണവ പദ്ധതി. ഒരു നിലയ്ക്കും തങ്ങൾ ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങുകയില്ല എന്നാണ്.
പക്ഷേ ഇപ്പോൾ ട്രംപ് അല്ലെങ്കിൽ 2018 അത്തരമൊരു കരാറിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് അമേരിക്ക പിൻവാങ്ങുകയായിരുന്നു. ഇനി പുതിയൊരു കരാർ വരികയാണെങ്കിൽ ഈ ആണവ പദ്ധതി പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചതായിട്ട് ഇറാൻ പ്രഖ്യാപിക്കണം. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെയുള്ള നടപടികൾ ഉപേക്ഷിക്കണം. ഈ 3 കാര്യങ്ങളിൽ ഇറാൻ ഏത് നിലപാട് കൈക്കൊള്ളും എന്നത് പ്രധാനമായിരിക്കും. പക്ഷേ ലഭ്യമായ വിവരങ്ങൾ വെച്ചും ഇറാൻ നേതൃത്വം ഔദ്യോഗികമായിട്ട് വിശദീകരിക്കുന്നതും ഇത്തരം കാര്യങ്ങളിൽ ഇത് ആഭ്യന്തരം തങ്ങളുടെ തീർപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റേതെങ്കിലും ഒരു വൻശക്തി രാജ്യം അടിച്ചേൽപ്പിക്കുന്നതിനനുസരിച്ച് വിധേയപ്പെടാൻ തങ്ങളില്ല. ആക്രമിക്കുകയാണെങ്കിൽ അത് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും. അത് വ്യാപകമായിട്ട് പടരുന്നൊരു യുദ്ധമായിട്ട് മാറും. അത് അമേരിക്കക്കും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ കൂട്ടാളിയായിട്ടുള്ള ഇസ്രായേലിനും ഒരിക്കലും താങ്ങാനാവില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് അല്പം മുമ്പ് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇറാന്റെ ദേശീയ സുരക്ഷാ സമിതിയുടെ മേധാവിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഇത് വളരെ നിർണായകമാണ്. കാരണം താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ നടന്ന ചർച്ചകൾക്കപ്പുറത്തേക്ക് ഇറാന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു സുരക്ഷാ മേധാവിയുമായിട്ട് പുടിൻ ചർച്ച നടത്തുന്നു എന്നതിന്റെ അർത്ഥം ഒരു പക്ഷേ ഒരു ഡീലിലേക്ക് അമേരിക്കയുമായിട്ട് ചേർന്ന് താൻ മധ്യസ്ഥനാകാമെന്ന് ഇന്നലെ തന്നെ ട്രംപ് അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമാണോ അതല്ല ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇറാന് പ്രത്യക്ഷമായിട്ടുള്ള പിന്തുണ നൽകാൻ റഷ്യ തീരുമാനിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ചില നിർദ്ദേശങ്ങൾ ഇറാന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ ഔദ്യോഗികമായിട്ട് ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ട്രംപും അതോടൊപ്പം തന്നെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും തമ്മിൽ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ തങ്ങളതിന് ഉർദുഗാൻ അതിന് മധ്യസ്ഥത വഹിക്കാമെന്നാണ് തുർക്കി ഏറ്റവും അവസാനം അറിയിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ സൗദി, UAE, ഖത്തർ ഉൾപ്പെടെയുള്ള ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും മധ്യസ്ഥ നീക്കവുമായിട്ട് സജീവമായി രംഗത്തുണ്ട്. പക്ഷേ ഇത് ട്രംപ് വരും ദിവസങ്ങളിൽ എത്ര സമയമായിരിക്കും ഇറാന് ഇത്തരമൊരു കരാറിലെത്താനുള്ള സമയം ട്രംപ് നൽകിയത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യതയില്ല. അങ്ങനെ ആ സമയപരിധി അവസാനിക്കുകയാണെങ്കിൽ ഒരു ആക്രമണത്തിന് തങ്ങൾ സജ്ജമാണ് എന്നൊരു സൂചനയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പെന്റഗൺ നൽകുന്നതും. ജീന. ശരി നാസർ, ഏതായാലും ആശങ്ക തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ഉള്ളത്. അമേരിക്ക ഏത് വിധേനയും ആക്രമിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത് തടുക്കാനുള്ള നീക്കം ഇറാന്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും അമേരിക്ക അതിന് തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഉപരോധം ഏർപ്പെടുത്തിയും പല ഉപാധികൾ മുന്നോട്ട് വെച്ചുമാണ് അമേരിക്ക ഇറാനെ പ്രതിരോധത്തിലാക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു ചർച്ചയിലൂടെ ഈ കാര്യങ്ങൾ പരിഹരിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. MC നാസറാണ് വിശദാംശങ്ങൾ സമഗ്രമായി നൽകിയത്. ഇറാനിൽ US ആക്രമണത്തിന്റെ സാധ്യതകൾ നിലനിൽക്കെ സമാധാന ശ്രമങ്ങൾ സജീവമാക്കി സൗദി അറേബ്യ. US വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെ ഉന്നതരുമായി സൗദി പ്രതിരോധ മന്ത്രിയുടെ മേൽനോട്ടത്തിലുള്ള സംഘവും ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയും ചർച്ച നടത്തിയിട്ടുണ്ട്. സൗദി വ്യോമാതിർത്തികളും ഭൂപ്രദേശങ്ങളും ഇറാനെതിരായ ആക്രമണത്തിന് അനുവദിക്കില്ലെന്ന് സൗദി കിരീടാവകാശി ഇറാൻ പ്രസിഡന്റിന് ഉറപ്പ് നൽകിയിരുന്നു. യുദ്ധഭീതി തുടരുന്നതിനിടെയാണ് സൗദി അറേബ്യ സജീവമായി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നത്. സൗദി കിരീടാവകാശിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ സഹോദരനും പ്രതിരോധ മന്ത്രിയുമായ ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ US-ൽ ചർച്ചകളിലാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, പ്രതിരോധ വകുപ്പ് സെക്രട്ടറി PT ഹെഗ്സെറ്റ് എന്നിവരുമായി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ ചർച്ച നടത്തിയിട്ടുണ്ട്. ആക്രമണം മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം സൗദി മുന്നറിയിപ്പായി നൽകിയെന്നാണ് വിവരം. US ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പോടെ വ്യാപാര മേഖലയെ തന്നെ ഇത് ബാധിക്കുന്നുണ്ട്. എണ്ണവില തുടരെ ഇടിയുന്നത് ഗൾഫ് വിപണിയുടെ നട്ടെല്ലിനെ തന്നെ ബാധിക്കും. ആക്രമണം നടന്നാൽ പ്രത്യാക്രമണവും പ്രതിസന്ധിയുമായി ഈ ഇടിവ് തുടരുകയും ചെയ്യും. ഇസ്രായേലിലെ മന്ത്രിതല സംഘവും ട്രംപുമായുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി വാഷിംഗ്ടണിലുണ്ട്. ഇവരുടെ ചർച്ചയ്ക്ക് മുന്നേ സൗദി അറേബ്യ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഇറാനെതിരായ നീക്കത്തിന് സൗദിയുടെ വ്യോമമേഖലയോ ഭൂപ്രദേശമോ അനുവദിക്കില്ലെന്ന് സൗദി കിരീടാവകാശി ഇറാൻ പ്രസിഡന്റിനോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സൗദിയിൽ US വ്യോമത്താവളങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ നിന്നുള്ള പടക്കോപ്പുകൾ US മാറ്റിയതായാണ് വിവരം. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നാൽ ഇറാൻ തിരിച്ചടിക്കാനുള്ള ഏക വഴി ഗൾഫ് രാജ്യങ്ങളുടെ US താവളങ്ങളാണ്. ഇറാനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ മേഖലയിലെ സമാധാനാന്തരീക്ഷം ലക്ഷ്യം വെച്ച് നല്ല ബന്ധത്തിലാണ് നിലവിൽ സൗദി അറേബ്യയുള്ളത്. യുദ്ധാന്തരീക്ഷം നിലനിൽക്കുന്നത് പക്ഷേ മേഖലയിലെ സമാധാനാന്തരീക്ഷത്തെ ബാധിച്ചിട്ടുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. റഫ അതിർത്തി ക്രോസിംഗ് ഞായറാഴ്ച തുറക്കുമെന്ന ഇസ്രായേൽ. കാൽനട യാത്രക്കാർക്ക് മാത്രമാകും അതിർത്തി കടക്കാനുള്ള അനുമതി. 2 വർഷത്തോളം അടച്ചിട്ട ശേഷമാണ് ക്രോസിംഗ് വീണ്ടും തുറക്കുന്നത്. ഇസ്രായേലിന്റെ കനത്ത സുരക്ഷാ ക്ലിയറൻസിന് ശേഷമാകും ഫലസ്തീനികൾക്ക് ഇതുവഴി സഞ്ചാരം സാധ്യമാകുക. ബന്ദി കൈമാറ്റം പൂർണ്ണമായതോടെയാണ് ഇസ്രായേലിന്റെ തീരുമാനം.
മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അബ്ബാസ്, ഒരു പ്രതീക്ഷയുള്ള വാർത്തയാണ്. ഈ റഫ അതിർത്തി 2 വർഷത്തിന് ശേഷം തുറക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ ഗസയിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് ഇസ്രായേലിന്റെ പ്രതികരണം? ജീന, ഗസയിലെ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഫെബ്രുവരി 1-ന് റഫ അതിർത്തി പരിമിതമായെങ്കിലും തുറക്കാനാണ് ഇസ്രായേൽ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഗസയിലെ സിവിലിയൻ കാര്യങ്ങൾ നോക്കുന്ന ഇസ്രായേലി ഭരണകൂടത്തിൻ്റെ ഒരു സമിതിയുണ്ട്. ഈ സമിതിയാണ് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുത്തത്. ഞായറാഴ്ച ഫെബ്രുവരി 1 റഫയിലെ അതിർത്തി തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും ഒരുപാട് ആളുകൾ ഗസയിൽ നിന്ന് പുറത്തേക്കും അതുപോലെ ഈജിപ്തിൽ നിന്ന് ഗസക്കകത്തേക്കും പോകാനായി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏകദേശം 20,000-ഓളം പരിക്കേറ്റ മനുഷ്യന്മാർ ഗസയിൽ നിന്ന് പുറത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ യുദ്ധമുണ്ടായ സമയത്ത് ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയ ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. ഇവർ കുടുംബത്തെ തിരിച്ച് കാണാനും അതുപോലെ സ്വന്തം സ്ഥലത്തേക്ക് എത്താനും അവിടുത്തെയുള്ള പുനർനിർമ്മാണ പ്രക്രിയകളിൽ പങ്കാളികൾ ആകാനുമൊക്കെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഏതായാലും ഇങ്ങനെ 2 ഭാഗത്തേക്കുമുള്ള ഒരു യാത്ര 2 വർഷത്തിന് ശേഷം സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പരിമിതമായ അളവിൽ മാത്രമാണ് നിലവിൽ ഈ ക്രോസിംഗ് തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ കനത്ത സെക്യൂരിറ്റി, കനത്ത സുരക്ഷാ ക്ലിയറൻസ്, ഇതിനൊക്കെ ശേഷം മാത്രമാണ് റഫയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരം സാധ്യമാകുക. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായ വിതരണം എത്തിക്കാനും അതുപോലെ മറ്റ് കാര്യങ്ങൾക്കും റീകൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എത്തിക്കാനൊന്നും ഈ ഒരു റഫ അതിർത്തി തുറക്കുന്നതുകൊണ്ട് കാര്യമുണ്ടാകും എന്ന് തോന്നുന്നില്ല. നമുക്കറിയാം 20 ലക്ഷത്തിലേറെ മനുഷ്യന്മാരാണ് ഇന്ന് ഗസയിൽ സങ്കടത്തിൻ്റെ തീരാക്കടലിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, അവർക്ക് മരുന്ന് ആവശ്യമുണ്ട്, അവർക്ക് സഹായങ്ങൾ ആവശ്യമുണ്ട്. ഇതൊക്കെ എത്തണമെങ്കിൽ വലിയ ട്രക്കുകളുടെ ഒരു എയ്ഡ് മൂവ്മെൻറ്റ് കൂടി സാധ്യമാകേണ്ടതുണ്ട്. ഇങ്ങനെ ട്രക്കുകൾ കൂടി അങ്ങോട്ട് റഫ അതിർത്തി വഴി ഗസയിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ നിലവിലുള്ള പ്രശ്നത്തിന് ഒരു ചെറിയ പരിഹാരമെങ്കിലും കാണാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട സംഗതി. ഈ 1ാം ഘട്ട വെടിനിർത്തലിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത്. ഇതിൽ ഇസ്രായേൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഗസയിൽ നിന്ന് തങ്ങളുടെ ബന്ദികളുടെ അവസാനത്തെ അവശേഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ റഫ അതിർത്തി തുറക്കാമെന്നുള്ള വാഗ്ദാനമായിരുന്നു നൽകിയിരുന്നത്. റാൻ ഗിലി എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെ അവശേഷിപ്പും കിട്ടുകയും അത് ഫോറൻസിക് പരിശോധനയിലൂടെ ഇസ്രായേലുകാരനാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുകയും ചെയ്തു. അതിനുശേഷം അത് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമാണ് ഇസ്രായേൽ റഫ അതിർത്തി തുറക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. ഇതിൽ UN അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളും അതുപോലെ അറബ് രാഷ്ട്രങ്ങളുമൊക്കെ ഈ അതിർത്തി തുറക്കാൻ വേണ്ടി വളരെ വലിയൊരു സമ്മർദ്ദം ഇസ്രായേൽ മേൽ ചുമത്തിയിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നിലവിൽ റഫ അതിർത്തി തുറക്കുന്നത്. ഇതിൽ റഫ അതിർത്തി തുറക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതിൻ്റെ ഭൂമിശാസ്ത്രപരവും അതുപോലെ ഗസയുടെ തന്നെ ഭാവിയെ തന്നെ പുനർനിർമ്മിക്കുന്നതിനും വളരെ വലിയ പ്രാധാന്യമുണ്ട്. തകർന്നടിഞ്ഞ് കിടക്കുന്ന ഗസക്ക് റഫ തുറക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ജീന. ഏതായാലും വളരെ ആശ്വാസകരമായ വാർത്ത. പക്ഷേ അതെന്തുമാത്രം സാധ്യമാകും, എന്തുമാത്രം ഏതൊക്കെ അളവ്, എത്ര വലിയ അളവിൽ സാധ്യമാകും എന്നുകൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം ഇതുവരെയുള്ള ഉടമ്പടികളൊക്കെ തെറ്റിച്ച ഇസ്രായേലിൻ്റെ ഒരു നയനിലപാടുകളെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ഇതിനെ എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ഈ അതിർത്തി തുറക്കുന്നത്, ഗസക്കാർക്ക് എങ്ങനെയാണ് പ്രതീക്ഷ നിർഭരമാകുന്നത്, എങ്ങനെയൊക്കെയാണ് അവർ പ്രയോജനപ്രദമാകുക എന്നുകൂടി നമുക്ക് കണ്ടറിയേണ്ടത് ജീന. ശരി അബ്ബാസ്, ഏതായാലും ആശ്വാസകരമാണ് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം റഫ അതിർത്തി തുറക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ വാക്കാണ്, അത് ഏത് രീതിയിൽ അവർ പാലിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ആകാംക്ഷയുണ്ട്. ഏതായാലും ഇത് തുറക്കുന്നതോടുകൂടി കാൽനട യാത്ര സുഗമമാകും. പക്ഷേ ഈ പറയുന്ന ജനങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്ക് അതിപ്പോൾ സാധ്യമാകില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഗസയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ കൂടുതൽ സംഭാവനകൾ നൽകണമെന്നും അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന UN ഏജൻസിക്കുള്ള പിന്തുണ തുടരണമെന്നും ഫലസ്തീൻ വിദേശകാര്യമന്ത്രി വർസൻ അഗബെഗിയാൻ ഷാഹിൻ ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തിനും ദുരാഷ്ട്ര പരിഹാരത്തിനും ഇന്ത്യ നൽകി വരുന്ന പിന്തുണയെ ഷാഹിൻ പ്രശംസിച്ചു. ഇസ്രായേലുമായും ഫലസ്തീനുമായും ഒരേ സമയം സുഹൃത്ത് ബന്ധം പുലർത്തുന്ന ഇന്ത്യയ്ക്ക് മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഒരു മധ്യസ്ഥന്റെ റോളിൽ പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. On Gaza, that says very clearly, stopping the war, humanitarian assistance, opening the crossings, that is in the second stage. Then, as per Palestine,
Palestinian reforms go into a political track, leading to respecting people's right to self-determination and leading to statehood. This is what we have welcomed, and we will welcome anybody who would say that, because that's the path that we want. It tackles the need for the priority today to stop the war and the humanitarian assistance, and talks about a political track. ലോക കേരള സഭയിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട തൊഴിൽ സുരക്ഷാ പദ്ധതികളുടെ പ്രപ്പോസൽ അവതരിപ്പിച്ച UAE പ്രതിനിധി ഡയസ് ഇടിക്കുള. പ്രവാസികളെ ഉൾപ്പെടുത്തി സർക്കാർ ആവിഷ്കരിക്കേണ്ട കർമ്മ പദ്ധതികളുടെ നിർദ്ദേശങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന സെഷനിൽ അവതരിപ്പിച്ചത്. പ്രവാസികളുടെ വിജ്ഞാന മൂലധനത്തെ കേരളം പ്രയോജനപ്പെടുത്തണമെന്ന് ഡയസ് ഇടിക്കുള മീഡിയ വണ്ണിനോട് പറഞ്ഞു. കേരളത്തിൻ്റെ വൈജ്ഞാനിക മൂലധന സമ്പദ്ഘടനയെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിൽ ലോക കേരള സഭാ മെമ്പർമാർക്കുള്ള ബന്ധങ്ങളെയും സ്വാധീനങ്ങളെയും കേരളത്തിലെ കലാലയ ക്യാമ്പസുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നൊരു തുടർ സംവിധാനം കേരള ഗവൺമെൻറ് ഏറ്റെടുത്താൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വലിയ സാധ്യതയാണ് ലോക വിപണിയിൽ ഉണ്ടാകാൻ പോകുന്നത്. 2, നമ്മുടെ അക്കാഡമിക് ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റ്. കേരളത്തിൻ്റെ പുരാവസ്തു നിർണയങ്ങൾ, പുരാവസ്തു രേഖകൾ സംരക്ഷിക്കുന്ന ആർക്കൈവ്സുകളിലിരിക്കുന്ന, പബ്ലിക് ലൈബ്രറിയിലിരിക്കുന്ന ഡേറ്റകൾ ഡിജിറ്റലൈസ്ഡ് കാറ്റലോഗ് ലോക കേരള സഭാ മെമ്പർമാർ വഴി വിദേശത്തെത്തിച്ചാൽ ഗവേഷക വിദ്യാർത്ഥികളെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അക്കാഡമിക് ടൂറിസം പ്രൊജക്റ്റ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അടയാളങ്ങളായ കേരള കലാമണ്ഡലം, ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം തുടങ്ങിയ സംഗീത കോളേജ് തുടങ്ങിയ വിദ്യാപീഠങ്ങളുടെ ഓഫ്ഷോർ ക്യാമ്പസുകൾ വിദേശ രാജ്യങ്ങളിൽ ലോക കേരള സഭ മെമ്പർമാർ വഴി ചാനലൈസ് ചെയ്ത് തുടങ്ങിയാൽ അത് ഈ സ്ഥാപനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന വലിയൊരു പ്രസക്തിയും വലിയൊരു അടയാളവുമായിരിക്കും. ചെറുകിട സംരംഭങ്ങൾക്ക് ധനസഹായം വർദ്ധിപ്പിച്ച സൗദി അറേബ്യ 36% വർധന. കഴിഞ്ഞ വർഷം 3-ാം പാദത്തിലെ കണക്കുകളാണ് പുറത്തുവന്നത്. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് നൽകുന്ന ധനസഹായത്തിലാണ് വർധന. 36%-ന്റേതാണ് വളർച്ച. കഴിഞ്ഞ വർഷത്തെ 3-ാം പാദത്തിലേതാണ് കണക്ക്. ബാങ്കിലൂടെയും മറ്റ് ഫിനാൻസ് മേഖലകളിലൂടെയുമാണ് ധനസഹായം നൽകിയത്. ഈ കാലയളവിൽ ആകെ നൽകിയത് 44,690 കോടി റിയാലാണ്. സൗദി സെൻട്രൽ ബാങ്കാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ചെറുകിട സ്ഥാപനങ്ങൾക്ക് 49.6 ബില്യൺ റിയാലും ഇടത്തരം സ്ഥാപനങ്ങൾക്ക് 13.3 ബില്യൺ റിയാലുമാണ് അധിക സഹായം നൽകിയത്. ബാങ്കിംഗ് മേഖല വഴി 95.7%-ന്റെയും മറ്റു ഫിനാൻസ് കമ്പനികൾ വഴി 4.3%-ന്റെയും സഹായങ്ങൾ നൽകിയെന്നാണ് കണക്ക്. ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുക, വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയുടെ ഭാഗമായാണ് നടപടി. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ 1 ലക്ഷത്തിലേറെ കടകളും ഫ്ളാറ്റുകളും ഒഴിഞ്ഞുകിടക്കുന്നതായി റിപ്പോർട്ടുകൾ. 2025 അവസാനം വരെ 55,300 റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളും 37,902 കടകളും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലുള്ള യൂണിറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നതെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ രേഖപ്പെടുത്തി. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തിറക്കിയ പുതിയ കണക്കുകളിലാണ് ഈ വിവരങ്ങൾ. നിർമ്മാണത്തിലിരിക്കുന്ന 775 പ്രോപ്പർട്ടികളും കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ മൊത്തം റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്ക് 8,04,200 യൂണിറ്റുകളാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഗവർണറേറ്റുകളിൽ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകൾ അഹമ്മദിയിലാണ്. തുടർന്ന് ജഹ്റയും ഫർവാനിയയും പട്ടികയിൽ മുന്നിലാണ്. വീടുകളുടെ എണ്ണത്തിലും 35,500 യൂണിറ്റുകളുമായി അഹമ്മദിയാണ് 1-ാം സ്ഥാനത്ത്. പാസിയുടെ ഓട്ടോമേറ്റഡ് നമ്പർ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കണക്കുകൾ. അടിസ്ഥാന സൗകര്യ കണക്കുകൾ പ്രകാരം കുവൈറ്റിൽ 102 ഹോട്ടലുകൾ, 1,144 സ്കൂളുകൾ, 103 ആശുപത്രികൾ, 114 ക്ലിനിക്കുകൾ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. 28 കോളേജുകളും 22 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രാജ്യത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 1,594 പള്ളികൾ, 100 ക്ലബ്ബുകൾ, 177 പാർക്കുകൾ, 374 സഹകരണ സംഘങ്ങളും ഡാറ്റയിൽ ഉൾപ്പെടുന്നു. 1,411 സർക്കാർ കെട്ടിടങ്ങളും 5,073 വാണിജ്യ കെട്ടിടങ്ങളും കുവൈറ്റിലുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം 1,208 ഫാക്ടറികൾ, 6,951 ഫാമുകൾ, 8,256 കന്നുകാലി തൊഴുത്തുകൾ, 1,018 കുതിരാലയങ്ങളും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മീഡിയ 1, കുവൈത്ത്. സഹകരണം ശക്തിപ്പെടുത്താൻ ഒമാൻ UAE കോൺസുലർ യോഗം അബുദാബിയിൽ നടന്നു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനായിരുന്നു യോഗം. UAE വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച. UAE സംഘത്തെ വിദേശകാര്യ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ഉമർ ഉബൈദ് അൽ ഹസൻ അൽ ഷാസിം നയിച്ചു. ഒമാൻ സംഘത്തെ വിദേശകാര്യ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ഷൈഖ് ഖാലിദ് ബിൻ ഹാഷിൽ അൽ മുസ്ലഹിയാണ് നയിച്ചത്. ഡിജിറ്റൽ അറ്റസ്റ്റേഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സേവനങ്ങൾ എന്നിങ്ങനെ വിദേശ പൗരന്മാർക്കുള്ള സേവനങ്ങളും ചർച്ചയായി.
സൗദിയും ഒമാനും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംയുക്ത നാവികാഭ്യാസം ഒമാനിൽ നടന്നു. ബാത്തിന സമുദ്ര മേഖലയിലായിരുന്നു വിൻസ് ഓഫ് പീസ് 2026 എന്ന പേരിലുള്ള പരിശീലനം. സമുദ്ര സുരക്ഷയിലും നാവിക പ്രവർത്തനങ്ങളിലും വൈദഗ്ധ്യം വളർത്തുക, ആഗോള സമുദ്ര വ്യാപാര പാതകളുടെ സംരക്ഷണം ഉറപ്പാക്കുക, സേനയെ കൂടുതൽ സജ്ജമാക്കുക തുടങ്ങിയവയാണ് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ ലക്ഷ്യം. യുദ്ധക്കപ്പലുകൾ, ഹെലികോപ്റ്ററുകൾ, സ്പെഷ്യൽ നേവൽ സെക്യൂരിറ്റി യൂണിറ്റുകൾ, ഒമാൻ റോയൽ എയർഫോഴ്സ് എന്നിവ പരിശീലനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ യാത്ര ഏപ്രിൽ 30 ആരംഭിക്കും. കൊച്ചിയിൽ നിന്നാണ് ആദ്യ വിമാനം. തീർത്ഥാടകർക്ക് സെൽഫ് ബുക്കിംഗ് വഴി ഇഷ്ടാനുസരണം യാത്ര തിരഞ്ഞെടുക്കാനും ഇത്തവണ അവസരമുണ്ട്. ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകരുടെ ആദ്യ സംഘം ഏപ്രിൽ 30 മുതലാണ് പുറപ്പെടുക. കൊച്ചിയിൽ നിന്നാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാനം. മെയ് 5 കണ്ണൂരിൽ നിന്നും തീർത്ഥാടകരുടെ യാത്ര ആരംഭിക്കും. കോഴിക്കോട് നിന്നുള്ള ഹാജിമാരുടെ യാത്ര ഷെഡ്യൂൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ജിദ്ദ വഴിയാണ് തീർത്ഥാടകർ ഇത്തവണ ഹജ്ജിനെത്തുന്നത്. ഹജ്ജിനു ശേഷം മദീന സന്ദർശിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന രൂപത്തിലാണ് യാത്ര ക്രമീകരിച്ചത്. തീർത്ഥാടകർക്ക് വിമാന ടിക്കറ്റ് സ്വയം ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഇത്തവണത്തെ പ്രത്യേകതയാണ്. ഹജ്ജ് സുവിധ ആപ്പ് വഴിയോ ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തോ യാത്ര തിരഞ്ഞെടുക്കാനാവും. ഞായറാഴ്ച വരെയാണ് സെൽഫ് ബുക്കിങ്ങിനുള്ള അവസരം. ഈ സൗകര്യം ഉപയോഗപ്പെടുത്താത്ത ഹാജിമാർക്ക് ഹജ്ജ് കമ്മിറ്റി നിശ്ചയിക്കുന്ന ഷെഡ്യൂളിൽ യാത്ര ചെയ്യാം. ലേഡീസ് വിത്തൗട്ട് മഹ്റം കാറ്റഗറിയുള്ളവർക്ക് സെൽഫ് ബുക്കിംഗ് സംവിധാനം ഉപയോഗിക്കാനാവില്ല. ഷോർട്ട് ഹജ്ജ് ഓപ്ഷനിൽ ഹജ്ജിനെത്തുന്നവരുടെ യാത്ര മെയ് 17, 18, 19 തീയതികളിൽ കൊച്ചിയിൽ നിന്നാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. സാബിത് സലീം, മീഡിയ 1, മക്ക. കുവൈത്തിലെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ വീട്ടുജോലിക്കാരുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. പുതിയ നിയമപ്രകാരം ഓരോ സേവന വർഷത്തിനും 1 മാസത്തെ ശമ്പളത്തിന് തുല്യമായ നഷ്ടപരിഹാരത്തിന് വീട്ടുജോലിക്കാർ അർഹരാണെന്ന് PM വ്യക്തമാക്കി. ജോലി സമയം കഴിഞ്ഞതിന് ശേഷം തൊഴിലാളികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ടെന്നും എല്ലാ വീട്ടുജോലിക്കാരും സ്റ്റാൻഡേർഡ് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യേണ്ടതെന്നും അതോറിറ്റി അറിയിച്ചു. ഗ്യാരണ്ടി കാലയളവിൽ അനുമതിയില്ലാതെ തൊഴിലാളികളെ കൈമാറ്റം ചെയ്യരുതെന്ന് തൊഴിലുടമകളോട് അതോറിറ്റി നിർദ്ദേശം നൽകി. പരാതികൾ 24937600 എന്ന നമ്പറിൽ അറിയിക്കാമെന്നും അതോറിറ്റി അറിയിച്ചു. മസ്കത്ത് ഗവർണറേറ്റിലെ വിവിധ വിലായത്തുകളിലായി 7 റെസിഡൻഷ്യൽ പാർക്ക് വികസന പദ്ധതികൾക്ക് അംഗീകാരം. മസ്കത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ എഞ്ചിനീയർ അഹമ്മദ് ബിൻ സയ്യിദ് അൽ അംരിയുടെ അധ്യക്ഷതയിൽ നടന്ന മുനിസിപ്പാലിറ്റിയുടെ ഇന്റേണൽ ടെൻഡേഴ്സ് കമ്മിറ്റി യോഗത്തിലാണ് കരാറുകൾ അംഗീകരിച്ചത്. പദ്ധതികൾക്കായി കരാറുകൾ നൽകി. റെസിഡൻഷ്യൽ മേഖലകളിൽ പാർക്കുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, നഗര സൗന്ദര്യം മെച്ചപ്പെടുത്തുക തുടങ്ങി സുസ്ഥിര നഗര വികസനത്തിനും പൊതുസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള മുനിസിപ്പാലിറ്റിയുടെ 2026 പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. കുവൈത്തിലെ വാഹന ലേല വിപണി പദ്ധതിയിൽ നിക്ഷേപം നടത്താൻ 36 കമ്പനികൾ താൽപര്യം പ്രകടിപ്പിച്ചു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത 18 കമ്പനികളും ഒരു ബാങ്കും കാർ കമ്പനികളും ഉൾപ്പെടുന്നവരാണ് അപേക്ഷകർ. പദ്ധതിയുടെ പ്രതീക്ഷിക്കുന്ന നിക്ഷേപ ചെലവ് ഏകദേശം 250 ദശലക്ഷം കുവൈത്ത് ദിനാറാണ്. അബ്രാഖ്, നയീം, ലിയ മേഖലകൾക്കിടയിലെ 5 വർഷം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് ലേല വിപണി സ്ഥാപിക്കുക. ഉപയോഗിച്ച വാഹനങ്ങളുടെ വാങ്ങൽ, വിൽപ്പനയ്ക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഉൾപ്പെടുന്ന നഗരമാണ് പദ്ധതിയിൽ ഒരുക്കുന്നത്. പാർക്കിംഗ്, പരിശോധനാ കേന്ദ്രങ്ങൾ, സർക്കാർ ഓഫീസുകൾ, ഷോറൂമുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കെട്ടിട നിർമ്മാണങ്ങളിൽ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കുവൈത്ത് മുനിസിപ്പാലിറ്റി പരിശോധന ശക്തമാക്കി. കുവൈത്ത് സിറ്റി ഗവർണറേറ്റിലെ വിവിധ നിർമ്മാണ സ്ഥലങ്ങളിലാണ് സംഘം പരിശോധന നടത്തിയത്. പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ഡയറക്ടർ അബ്ദുള്ള അൽ അജ്മി അറിയിച്ചു. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് നൽകി. കുവൈത്തിലെ സൗത്ത് സാദ് അൽ അബ്ദുള്ളയിൽ നിർമ്മാണ സ്ഥലത്തുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. സൗത്ത് സാദ് അൽ അബ്ദുള്ളയിൽ മണൽ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് എക്സ്കവേറ്റർ മറിഞ്ഞാണ് അപകടം. അൽതഗ്രീൻ സെന്ററിലെ അഗ്നിശമന സേന ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്ക് ഇനി ബഹ്റൈന്റെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയറിന്റെ വിമാനങ്ങളിലും ലഭ്യമാകും. യാത്രക്കാർക്ക് ഇന്റർനെറ്റ് സേവനം ഒരുക്കാനായി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി കൈകോർത്താണ് യാത്രക്കാർക്കായി ഗൾഫ് എയർ സൗജന്യ സേവനമൊരുക്കുക. ഈ വർഷം പകുതിയോടെയായിരിക്കും ഗൾഫ് എയറിന്റെ എയർബസ് A320 വിമാനങ്ങളിലാകും സ്റ്റാർലിങ്ക് ആദ്യമെത്തുക. ഒമാന്റെ തലസ്ഥാനോത്സവമായ മസ്കത്ത് നൈറ്റ്സിന് നാളെ തിരശ്ശീല വീഴും. 8 വേദികളിലായി 1 മാസം നീണ്ടുനിന്ന ആഘോഷത്തിൽ ലക്ഷക്കണക്കിന് സന്ദർശകരാണ് പങ്കാളികളായത്.
കഴിഞ്ഞ ഒരു മാസം ഒമാന്റെ തലസ്ഥാന നഗരി ആഘോഷത്തിൽ അലിയുകയായിരുന്നു. 8 വേദികളിലായി മസ്കത്തിന്റെ രാവുകളെ കളർഫുൾ ആക്കുന്നതായിരുന്നു മസ്കത്ത് നൈറ്റ്സ്. ഗുറം നാഷണൽ പാർക്ക്, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഗ്രൗണ്ട്, സീ ബീച്ച്, വാദി അൽ കൂദ്, അമരാത് പാർക്ക്, റോയൽ ഓപ്പറ ഹൗസ് എന്നിങ്ങനെ വിവിധ വേദികളിലായി നിരവധി പരിപാടികൾ. സ്വദേശികളും വിദേശികളും ഒരുപോലെ വിവിധ വേദികളിലേക്ക് ഒഴുകിയെത്തിയ ദിവസങ്ങൾ. ഗുറം നാഷണൽ പാർക്കിലും അമരാത് പബ്ലിക് പാർക്കിലുമാണ് കൂടുതൽ സന്ദർശകരെത്തിയത്. ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ അന്താരാഷ്ട്ര ഡ്രിഫ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ അന്തിമ റൗണ്ട് ഫിറ്റ് ബോക്സ് ഫൈറ്റ് ചാമ്പ്യൻഷിപ്പും ഇന്ന് നടന്നു. അൽകൂത്ത് മൗണ്ടൻ ബൈക്ക് റേസിനും ഇന്ന് വേദിയായി. അഹ്ലി സിദാബ് ക്ലബിലെ കരാട്ട ചാമ്പ്യൻഷിപ്പ്, ഒമാൻ ഡിസൈൻ വീക്ക് തുടങ്ങിയവ നാളെ അവസാനിക്കും. സന്ദർശകരുടെ എണ്ണത്തിൽ അന്തിമ കണക്ക് പുറത്തുവരാനിരിക്കെ കഴിഞ്ഞ തവണത്തെ എണ്ണം മറികടക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. 20 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ 15 ലക്ഷം സന്ദർശകർ മസ്കത്ത് നൈറ്റ്സിന്റെ വിവിധ വേദികളിൽ എത്തിയിരുന്നു. മീഡിയ 1 മസ്കത്ത്. സൗദി ഫൗണ്ടേഷൻ ഡേയോടനുബന്ധിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റ് വാക്കത്തോൺ സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ ന്യൂ അൽഗോബാർ കോർണിഷിൽ വെച്ച് സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കും. ആരോഗ്യം, സുസ്ഥിര വികസനം, രാജ്യസ്നേഹം എന്നീ വിഷയങ്ങളിൽ ഊന്നിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. സൗദി സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലുലു ഗ്രൂപ്പ് ഇത്തവണയും വാക്കത്തോൺ മത്സരം സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ അൽഗോബാർ ന്യൂ കോർണിഷിൽ വെച്ചാണ് മത്സരം. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന ആർക്കും സൗജന്യമായി മത്സരത്തിന്റെ ഭാഗമാകാം. രാജ്യസ്നേഹം, ആരോഗ്യം, സുസ്ഥിര വികസനം എന്നീ തലക്കെട്ടുകൾ ഉയർത്തിയാണ് ഇത്തവണത്തെ മത്സരം. 10,000-ലേറെ പേർ ഇതിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായി സംഘാടകർ അറിയിച്ചു. മത്സരത്തിന് പുറമെ മനോഹരമായ കലാപരിപാടികളും അരങ്ങേറും. വാക്കത്തോണിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് ഒരുക്കുന്നത്. സൗദിയുടെ പൈതൃകവും സാംസ്കാരിക പാരമ്പര്യവും പ്രതിഫലിപ്പിക്കുന്ന അർദ, ഡൊണാട്ട് ഡാൻസ്, വയലിൻ പെർഫോമൻസ് ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ വേദിയിലെത്തും. മീഡിയ 1 ദമ്മാം. പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ പേസ് ഗ്രൂപ്പിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. ദുബായ് ഗ്രാൻഡ് ഹയാത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിൽ പതിറ്റാണ്ടുകളായി സേവനമനുഷ്ഠിച്ച അധ്യാപകരെയും ജീവനക്കാരെയും ആദരിച്ചു. സിൽവിയോറ എന്ന പേരിൽ മാസങ്ങൾ നീണ്ട ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചാണ് പേസ് ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നവരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരും ദുബൈയിൽ ഒത്തുചേർന്നത്. അജ്മാൻ റൂളേഴ്സ് കോർട്ട് ചെയർമാൻ ഡോക്ടർ ഷെയ്ഖ് മാജിദ് ബിൻ സയ്യിദ് അൽ നൊയമി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കോൺസുൽ BG കൃഷ്ണൻ, മുഹമ്മദ് ഹുസൈൻ അലി, മുഹമ്മദ് ഷമാലി തുടങ്ങിയവർ മുഖ്യാതിഥികളായി എത്തി. നമ്മളെ വാപ്പ ഡോക്ടർ പി ഇബ്രാഹിം ഹാജി കാണിച്ചെന്ന മാതൃക, ആ വാല്യൂസ് അതിന് ഉൾക്കൊണ്ടിട്ട് നമ്മളെ ബ്രദേഴ്സും നമുക്കെല്ലാവർക്കും നമ്മളെ കൂടെ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളെ സ്ഥാപനത്തിന് സേവിച്ചിട്ടുള്ള എല്ലാ സ്റ്റാഫിനും ആദരിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രയോറിറ്റി ആയിട്ടുണ്ടായത്. പേസ് ഗ്രൂപ്പ് സ്ഥാപകൻ അന്തരിച്ച PA ഇബ്രാഹിം ഹാജിയുടെ ഓർമ്മകൾക്കൊപ്പമായിരുന്നു സിൽവർ ജൂബിലി പരിപാടികൾ. പതിറ്റാണ്ടുകളായി സേവനമനുഷ്ഠിക്കുന്നവർ അഭിമാനത്തോടെയാണ് ആദരം ഏറ്റുവാങ്ങിയത്. I have so much of attachment to this school where I spend my career and my youth. So with that memory only I rush to this celebration. I am so happy. വളരെ സന്തോഷമുണ്ട്. 23 വർഷമായി പേസ് ഗ്രൂപ്പിൻ്റെ കൂടെ. പേസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. കുട്ടികളായാലും ടീച്ചറായാലും പോയി കഴിഞ്ഞ അലുമിനികളായാലും കുട്ടികൾ തിരിച്ചു വരുന്നു. So we are happy that it is growing and we are growing with them. So I joined as a teacher, now I am the principal of a school, still continuing with them. Really blessed and fortunate to be a part of PACE Group for the last 25 years. വലിയൊരു അനുഭവമാണ് അത്. അവരുടെ കൂടെ നിന്ന് ആൾക്കാരെ ആദരിക്കുക എന്ന് പറയുന്നത്. ഇപ്പം 25 ഇയേഴ്സ് ഓഫ് സെലിബ്രേഷനാണ്. ഇനി അവരുടെ നെക്സ്റ്റ് അങ്ങോട്ടുള്ള 25 വർഷത്തിൻ്റെ തുടക്കം കൂടിയാണെന്ന് പറഞ്ഞു. അപ്പം ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന് ശേഷം ആ സ്ഥാപനം വളരെ വലുതായി വളരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിൽ കേരളത്തിന് പുറമെ കർണാടകയിലും UAEയിലും കുവൈത്തിലും 20-ലേറെ സ്ഥാപനങ്ങൾ പേസ് ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. മീഡിയ 1 ദുബായ്. മാധ്യമപ്രവർത്തകനും പ്രവാസി എഴുത്തുകാരനുമായ നജീം കൊച്ചുകലിങ്ങിന്റെ കനൽ മനുഷ്യർ എന്ന പുസ്തകത്തിന്റെ ചർച്ച സംഘടിപ്പിച്ചു. പഴയ പ്രവാസിയുടെ ജീവിതത്തിന്റെ നേർരേഖയുള്ള 26 കഥകൾ അടങ്ങിയതാണ് പുസ്തകം. ചർച്ചയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. റിയാദിൽ നിന്നും മിഷാൽ ചെറുപ്പുളശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സൗദിയിലെ കനൽ മനുഷ്യനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിട്ടുള്ളത്. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ നജീം കൊച്ചുകലങ്ങിന്റെ പുസ്തകത്തിന്റെ പേരാണ് കനൽ മനുഷ്യൻ. കനലെരിയുന്ന ആ കനൽ മനുഷ്യന്റെ കഥയാണിന്ന് പറയുന്നത്.
8 വർഷങ്ങൾക്ക് മുൻപാണ് ചിന്ത പബ്ലിഷേഴ്സ് നജീമിന്റെ വാക്കുകളിൽ മഷി പുരട്ടുന്നത്. കനൽ മനുഷ്യർ എന്ന പേരിൽ പ്രവാസത്തിന്റെ നേർരേഖ വരച്ചിടുന്നതാണ് പുസ്തകം. കഥകളുടെ പ്രമേയവും ശൈലിയും ഇന്നും പ്രസക്തമായതിനാലാണ് വീണ്ടും പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച സംഘടിപ്പിച്ചത്. പ്രവാസത്തിലെ ഓരോ സംഭവങ്ങളും അത് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ കുറേ കാലം റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ സംഭവങ്ങളോടൊപ്പമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കേവലം പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത് അല്ലാത്ത അതിനപ്പുറത്തേക്കുള്ള വലിയ അനുഭവങ്ങൾ അതിനൂടെ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങൾ പലതും തീക്ഷ്ണേറിയതാണ്. പ്രിയദർശിനി പബ്ലിക്കേഷനാണ് സൗദിയിലെ റിയാദിൽ പുസ്തക ചർച്ച ഒരുക്കിയത്. പ്രവാസത്തിന്റെ ചൂടും ചൂരുമാണ് എഴുത്തുകാരനെ അനുഭവങ്ങൾ കൊണ്ട് രാഗി മിനുക്കുന്നത്. ഈ ചുടുമണലിൽ നിന്നാണ് അക്ഷരങ്ങൾ പെറുക്കി ഇദ്ദേഹം കഥ മെനഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പ്രവാസത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇത്രയും വലിയ അനുഭവങ്ങളുടെ ശേഖരം ഉണ്ടാവുമായിരുന്നില്ല. കാരണം നമ്മുടെ ജീവിത ചുറ്റുപാടിലൊന്നും നമ്മൾ കാണുന്നതല്ല ഒരു പ്രവാസത്തിൽ. കാരണം പ്രവാസം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സാണ്. കഥകളിലുടനീളം റിയാദിലെ സാധാരണക്കാരുടെ ജീവിതമൊഴുകുന്ന ബത്ത്ഹ കാണാം. ബത്ത്ഹയിലെ ജീവിതം വായിക്കാം. ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്നുള്ള മനുഷ്യർ ഈ ബത്ത്ഹയിലേക്ക് വരുന്നുണ്ട്. അവരിവിടെ ജോലി തേടി വന്നവർ അവരുടെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവർ ഒന്ന് വിശ്രമിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ആളുകളുമായി കാണാൻ, എല്ലാവരുമായിട്ടും ഒന്ന് സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ, നാട്ടിലെ വിശേഷങ്ങൾ അറിയാൻ. അന്ന് ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ വരെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നാട്ടിലെ വിശേഷങ്ങൾ അറിയാൻ, നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കത്തുകൾ ഏറ്റുവാങ്ങാൻ, തൻ്റെ നാട്ടുകാരെ കാണാൻ ഒക്കെ ആളുകൾ ബത്തേലേക്ക് വരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമ്മേളനത്തിനോ അങ്ങനെ ഒന്നിനുമല്ലാതെ ആളുകൾ വെറുതെ വന്ന് സംഗമിച്ച് സമ്മേളിക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ബത്തുക എനിക്ക് അന്നേ വിസ്മയമായിരുന്നു. ആ വിസ്മയം ഇന്നും തുടരുകയാണ്. കഥകളിൽ അബു ഫൈസലും ഹവ്വ ഉമ്മയും മരിച്ച മാണിക്കവും നാരായണനുമെല്ലാം കനലെറിയുന്ന ജീവിതം പറയുന്നുണ്ട്. ഇതിൽ കഥാകാരന്റെ ഇഷ്ടകഥാപാത്രം പഴയ സ്പോൺസറായ അബു ഫൈസലാണ്. എൻ്റെ ആദ്യത്തെ തൊഴിൽദാതാവാണ്. എനിക്ക് ആദ്യമായി ശമ്പളം തന്ന ആൾ അദ്ദേഹമാണ്. അദ്ദേഹം അകാലത്തിലാണ് മരിച്ചു പോകുന്നത്. നമ്മൾ സാധാരണ പ്രവാസ കഥകളിലെല്ലാം കാണുന്നത് അറബികൾ, പ്രത്യേകിച്ച് സൗദികൾ, ഇവരൊക്കെ വില്ലൻ രൂപത്തിലാണ്. നമുക്ക് ആടുജീവിതമൊക്കെ ഓർമ്മയുണ്ട്. ഇതിലെല്ലാം നമ്മൾ വില്ലന്മാരായിട്ടാണ് അറബികളെ കാണുന്നത്. പക്ഷേ ഇവിടെ അറബി വില്ലനല്ല, ഇവിടെ ദുരന്ത കഥാപാത്രമാണ്. അനുഭവങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളുമായി കഥാകാരൻ കനൽ വഴികൾ താണ്ടുകയാണ്. കനവും കഥനവും നിറഞ്ഞ പ്രവാസത്തിലെ കനൽ മനുഷ്യരുടെ കഥ തുടരുകയാണ്. ഇത്തരത്തിലുള്ള 100,000 കലാകാരന്മാരും സാഹിത്യകാരന്മാരും സൗദിയുടെ പ്രവാസ ലോകത്തുടനീളമുണ്ട്. നജീം കൊച്ചുകലങ്ങിന്റെ ഈ പുസ്തകം അത്തരക്കാർക്ക് പ്രചോദനമാവട്ടെ. റിയാദിൽ നിന്നും ഹിബ സിയാദിനൊപ്പം വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1.